ബെസ്റ്റ്. ശബരിയല്ലേ ഇത്? ഇവനെന്താ ബെഞ്ചിലിരുന്ന് മൂത്രമൊഴിക്കുന്നു? ശബരി, ശബരി പരിപാടി വേണണ്ടേ? എന്റർടൈൻമെന്റ് സെക്രട്ടറി ആയിട്ട് അവന്റെ ഇരിപ്പ് വേണ്ട. പണ്ടാരം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പ്രോഗ്രാം നടത്താനാ? ആ വേണോ മറ്റേത് ഏറ്റെടുത്തിരുന്നെങ്കിൽ എനിക്ക് കൊച്ചിനെ കളിപ്പിച്ചോണ്ട് വീട്ടിൽ ഇരിക്കായിരുന്നു. ഈ കമ്മിറ്റി ഓഫീസ് ഒന്ന് പ്രോഗ്രാം കൺട്രോൾ ചെയ്ത് 3 എണ്ണം തന്നെ തപ്പിയാ ഞാനിവിടെ വന്നത്. ആ അപ്പോഴായിരിക്കും മൂത്രയ്ക്കാൻ മുട്ടിയത്. സുരേഷും സുഹിത്തും ജിനേഷും ഒക്കെ എവിടെ? അവന്മാര് വന്നിട്ട് വേണം എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ. അവന്മാരല്ലേ എവിടെ നിൽക്കുന്നത്? അവന്മാർ സൊള്ളിക്കൊണ്ടിരിക്കാമോ? പറഞ്ഞ പണിയാ ദേവന്മാർ അവിടെ എന്തെടുക്കുക? ഇവന്മാരെ ഞാൻ... ഹലോ ഹലോ, നീ വാ, പരിപാടി വേണ്ട. വസന്തല്ലേ പറഞ്ഞത് സ്റ്റേജിൽ വന്ന് ഇതൊക്കെ ചെയ്യാൻ? അതിന് നിന്നോട് ഞാൻ പണിയെടുക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ പോയി സൊള്ളാൻ പറഞ്ഞില്ലല്ലോ. ഇത് സൊള്ളാനല്ല പ്രസിഡന്റ്, പബ്ലിക് റിലേഷൻ വർക്ക് അല്ലേ. പ്രസിഡന്റ് പറഞ്ഞത് കേൾക്കണോ അതോ എന്റർടൈൻമെന്റ് ഓം പറയണ കേൾക്കണോ? എല്ലാ കാര്യം സെറ്റാക്കി വെച്ചപ്പോൾ ഇങ്ങനെ ഒരു വിട് പോട്ടെ. പോട്ടെടാ, വിട്ടുകള. നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നില്ലേ വേണ്ട വേണ്ടെന്ന്. കളർ അവിടെ പറഞ്ഞിരിക്കണല്ലോ. നിന്ന് ചെലിക്കാത്ത കാര്യം പറയണം. ഗ്രാമോത്സവ കമ്മററി ആപ്പീസ് ഇതാണ് എഴുതി വെച്ചിരിക്കണേ. ശരിയാണല്ലോ. മലയാള റീമത്ത് ഇവനെയൊക്കെ പിടിച്ച് പണി ഏൽപ്പിക്കാൻ വല്ല കാര്യമുണ്ട്? പറ്റിപ്പോയി ആശാനെ, വിട്. ഇനി ഇതൊക്കെ എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് വെക്ക്. സുരേഷും സജു ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. നിന്റെയൊക്കെ കുന്ത്രാണ്ട. അപ്പൊ എല്ലാം പറഞ്ഞല്ലേ, റെഡിയാണല്ലോ? നമ്മള് കലക്കൂലേ ബാച്ചാ. ദേവി ചെയ്ത് കലക്കരുത്. ആര് പറഞ്ഞാൽ ഇവിടെ തന്നെ കാണണം. ഓ പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരു 3 ചായ കിട്ടിയാല്. പെരലിട്ട ചായ ഓട്ടടി ഉള്ളതെങ്കിൽ ഉള്ളത്. അപ്പൊ നമ്മൾ പോയി നമ്മുടെ കാര്യങ്ങൾ നോക്കട്ടെ, പരിപാടി നടക്കട്ടെ. വാ. അപ്പൊ നിങ്ങൾ പണി തുടങ്ങിക്കോ. ഹലോ ഹലോ, സുരേഷ് കേക്കാവോ? സജു ആ ഓക്കെ ഓക്കെ റെഡി. കേക്കാം. അപ്പൊ ശരി, ലൈറ്റ് റെഡി അല്ലേ? ഓക്കെ, അപ്പൊ തുടങ്ങാം.